1/10/2005 കണ്ണപുരം ചുണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് തച്ചങ്കണ്ടിയാൽ ക്ഷേത്രത്തിനടുത്ത് വെച്ചിട്ട് DYFIയുടെ പ്രവർത്തകനായ റിജിത്ത് എന്നയാളെ 10ഓളം RSS BJP പ്രവർത്തകർ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് അദ്ദേഹം മരണപ്പെടാനും ഒപ്പം കൂടിയുണ്ടായിരുന്ന 3 പേർക്ക് പരിക്കേൽക്കാനും ഇടയായ ഒരു കേസ് കണ്ണപുരം പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത കേസ് വളരെ വർഷങ്ങൾക്ക് ശേഷം ഇന്നിപ്പോൾ അതിൻ്റെ വിചാരണകൾ മുഴുവൻ പൂർത്തിയായ ശേഷം ഇന്ന് വിധി പറഞ്ഞിരിക്കുകയാണ്. ആ കേസിൽ ഉൾപ്പെട്ട 10 പ്രതികളാണ് ഉണ്ടായിരുന്നത്. 10 പ്രതികളെയും ഇന്ന് ബഹുമാനപ്പെട്ട അഡീഷണൽ ജില്ലാ കോടതി നമ്പർ 3 റൂബി കെ ജോസ് മാഡം കുറ്റക്കാരാണെന്ന് കണ്ടിരിക്കുകയാണ്. അതുകൂടാതെ അതിനകത്ത് വരുന്ന 5 പ്രതികൾ ആയുധം എടുത്ത് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു എന്നതിൻ്റെ കൂട്ടത്തിൽ അവരെ കൂടുതൽ 143, 148 പ്രകാരവും IPC വകുപ്പ് പ്രകാരവും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. എല്ലാ പ്രതികളും 10 പ്രതികളും ഒരു കിണറിൻ്റെ അടുത്ത് ഒളിച്ചിരിക്കുകയും ഇവർ വരുന്നത് മനസ്സിലാക്കി അവരെ ആക്രമിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി ആ 10 പേരും ഇവരുടെ മുമ്പിലേക്ക് റോഡിലേക്ക് ചാടി ഇറങ്ങി അതിനുശേഷം ആയുധങ്ങളുമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു എന്നുള്ളതാണ് കേസ്. 5 പേരാണ് നടന്നു പോകുന്നുണ്ടായിരുന്നത്. അതിൽ 3 പേർക്ക് പരിക്കും. അതുപോലെ റിജിത്തിന് കുത്തുകൊണ്ട് റിജിത്ത് ആശുപത്രിയിലെത്തുന്നതിന് മുമ്പേ മരണപ്പെടുകയാണ് ഉണ്ടായത്. രാത്രി ഏകദേശം 7:45 മണിക്കാണ് ഈ സംഭവം നടന്നത്. അന്വേഷണം നടത്തിയത് അന്നേരം വളപട്ടണം CI ആയിരുന്ന പ്രേമരാജൻ എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. അന്വേഷണ ഉദ്യോഗസ്ഥൻ സ്വന്തം നിലയിൽ ഒറ്റ ആൾ എന്നുള്ള നിലയിലാണ് ഈ കേസിൽ അന്വേഷണം നടന്നിട്ടുള്ളത്. വളരെ ആത്മാർത്ഥമായിട്ടുള്ള അന്വേഷണം നടന്നിട്ടുണ്ട്. ഏകദേശം എല്ലാ ആയുധങ്ങളും കണ്ടെത്താൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഒപ്പം പ്രതികളുടെ ഡ്രസ്സും ഒക്കെ തന്നെ കണ്ടെത്തി. അതിനകത്ത് ബ്ലഡ് ഉണ്ടായിരുന്നു. അത് ഫോറൻസിക് ലാബിന് അയച്ചു. അതിൽ മനുഷ്യരക്തമാണ് എന്ന് ഫോറൻസിക് ലാബ് കാണുകയുണ്ടായി. അപ്പോൾ ആ പ്രതികളുടെ എല്ലാവരുടെയും പങ്കാളിത്തം കൃത്യമായി തെളിവുകളിലൂടെ കൊണ്ടുവരുവാൻ അന്വേഷണ ഏജൻസിക്കും അത് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ സമർപ്പിക്കുന്നതിന് വേണ്ടി പ്രോസിക്യൂഷനും ഈ കേസിൽ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ 10 പേരിൽ ഇപ്പോൾ ഒരാൾ മരണപ്പെട്ടു. 3-ാം പ്രതിയായിട്ടുള്ള അജേഷ് 2011 മറ്റും അദ്ദേഹം ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെടുകയുണ്ടായത്. അദ്ദേഹത്തിനെതിരെയുള്ള കേസ് അബേറ്റഡായി പോയി. ബാക്കി 9 പേരെയും ഇന്ന് കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുകയാണ് ഉണ്ടായത്. മോട്ടീവ് എന്ന് പറയുന്നത് തൊട്ട് തലേദിവസം രാവിലെ തലേദിവസം വൈകുന്നേരം തച്ചങ്കണ്ടിയാൽ ക്ഷേത്രം പരിസരത്ത് വെച്ച് ക്ഷേത്ര കോമ്പൗണ്ടിൽ വെച്ച് RSS ശാഖ നടത്തുന്നതിനെ സംബന്ധിച്ച് BJPക്കാരും അതുപോലെ തന്നെ ഈ കേസിൽ മരണപ്പെട്ട റിജിത്ത് അടക്കം 1-ാം സാക്ഷിയായിട്ടുള്ള നികേഷ് അതുപോലെ റിജിത്ത് അടക്കമുള്ള DYFIക്കാരും തമ്മിൽ ഒരു സംസാരം ഉണ്ടാവുകയും ഉന്തും തള്ളും ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്ന ഒരു മോട്ടീവ്. അതിൻ്റെ പ്രതികാരം എന്നുള്ള നിലയിലാണ് തൊട്ട് അടുത്ത ദിവസം രാത്രി 7:45 ഇങ്ങനെ സംഘം ചേർന്നുകൊണ്ട് ആയുധങ്ങളുമായി ഇവർ വരുന്നത് വരെ കാത്തിരിക്കുകയും അതിനുശേഷം ആക്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ വാദം ഉണ്ടായിരുന്നത്. അതാണ് അതിൻ്റെ മോട്ടീവായിട്ട് കണ്ടത്. അതെ ഉണ്ടായിരുന്നു. അതായത് കോടതികൾ പലതും മാറി. ആദ്യം തന്നെ ഈ കേസ് ഞാനിവിടെ ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടറായിരിക്കുമ്പോൾ എൻ്റെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന ബിനീഷയാണ് നടത്തിയത്. 3 സാക്ഷികളെ ചീഫ് എക്സാമിനേഷൻ കഴിയുന്നതോടുകൂടി പ്രതികൾ ഈ കോടതിക്കെതിരെ അത് വന്ന ഒരു കമൻറ്റിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ഈ കേസ് മറ്റൊരു കോടതിയിലേക്ക് മാറ്റുന്നതിന് ഉത്തരവാകുകയും ചെയ്തു. ആ നിലയിൽ അഡീഷണൽ ജില്ലാ കോടതിയിലേക്ക് മാറ്റി. അവിടെ ഒരു ജഡ്ജ് കുറേ വിസ്താരം നടന്നു. ആ സമയം തൊട്ട് പിന്നീടാണ് കോടതി മാറ്റുന്നതോടുകൂടി പ്രോസിക്യൂഷൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും നീതി കിട്ടണമെന്നുള്ളത് ഞങ്ങൾ അന്നേ എടുത്ത വളരെ ഇതായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂട്ടറുടെ മേലെയും വന്നിട്ടുള്ള ഒരാക്ഷേപം എന്നുള്ള നിലയിൽ ആ പ്രോസിക്യൂട്ടറും മാറി നിൽക്കുകയും ഞാൻ ആ കേസ് ഏറ്റെടുക്കുകയാണ് ചെയ്തത് ജില്ലാ പ്രോസിക്യൂട്ടർ എന്നുള്ള നിലയിൽ. അതിനുശേഷം ജില്ലാ കോടതി ഒന്നിൽ 2 ജഡ്ജിമാരുടെ മുമ്പാകെ കേസ് നടത്തുകയുണ്ടായി. പിന്നീട് വീണ്ടും അത് ADC 3 മാറ്റി. അതിനുശേഷം ഇപ്പോൾ ഈ മാഡം ADC 3 പുതിയ ജഡ്ജ് വന്നതിന് ശേഷമാണ് പൂർത്തിയായത്. കൊറോണയ്ക്ക് മുമ്പേ തന്നെ ലോക്ക്ഡൗണിൻ്റെ തലേ ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥനെ വരെ വിചാരണ പൂർത്തിയാക്കിയ കേസായിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്രോസ് എക്സാമിനേഷനാണ് പിന്നെ കൊറോണ കാലം വന്ന് കുറേ കാലം നീണ്ടുപോയത്.
അപ്പോൾ അത് പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഇത് നീണ്ടുപോകുന്നത് ഒരുപാട് തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. നാലാം സാക്ഷിയായിട്ടുള്ള സാക്ഷിയായിട്ടുള്ള സജീവനെ വിസ്തരിക്കാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം ഗൾഫിലായിരുന്നു. പലപ്പോഴും അദ്ദേഹത്തിന് വരാൻ വേണ്ടി സാധിക്കാതിരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 10ാം സാക്ഷിയായിട്ടുള്ള റിക്കവറി മാസ്റ്റർ വിറ്റ്നസ് പല കാര്യങ്ങളും വിട്ടുപോയിട്ടുണ്ട്, മറന്നുപോയിട്ടുണ്ട്. അപ്പോൾ ഈ മറവിയൊക്കെ സംഭവിക്കുന്നത് കേസിൻ്റെ ദീർഘകാലം ഇങ്ങനെ വിചാരണക്ക് കെട്ടിക്കിടക്കുന്നത് കൊണ്ട് സ്വാഭാവികമായും മനുഷ്യനുണ്ടാകുന്ന മറവി പ്രോസിക്യൂഷൻ കേസുകളെ പലപ്പോഴും ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാതെ പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു വെല്ലുവിളികൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ആദ്യത്തെ സാക്ഷികൾ എല്ലാവരും തന്നെ സാക്ഷികൾ എല്ലാവരും തന്നെ കൃത്യമായിട്ടുള്ള മൊഴി കോടതി മുമ്പാകെ സമർപ്പിക്കാൻ വേണ്ടി സാധിച്ചത് കൊണ്ട് തന്നെയാണ് ഇത് വിജയം എന്നുള്ള നിലയിൽ എത്തിയിരിക്കുന്നത്.